ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഒരു രജിസ്റ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേരുടെയെങ്കിലും ഒരു ഡ്രീം ആയിരിക്കും അല്ല. പക്ഷേ അതിൽ ജി എൻ എം നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ പോകാൻ ചാൻസേ ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് അവർക്ക് യു കെയിലോ അയർലൻഡിലോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മിത്താണ് നമ്മളെല്ലാവരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജി എൻ എം നഴ്സസിന് അത് പോസിബിളാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഒരു രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. സോ അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സോ വിശദമായിട്ട് നിങ്ങളൊരു ജി എൻ എം നേഴ്സാണ്, നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയി മൈഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ ജി എൻ എം നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ സാധിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിലാണെങ്കിലും ശരി, നിങ്ങൾ യു കെയിലാണെങ്കിലും ശരി, നിങ്ങൾ അയർലൻഡിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് പോസിബിളായിട്ട് IHM ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യണ നഴ്സിംഗ് സ്പെഷ്യാലിറ്റി കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ നഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഓരോ ക്രൈറ്റീരിയാസും എന്തൊക്കെയാണ്, അവിടുത്തെ അഡ്മിഷൻസും അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറൻറ്റ് കോഴ്സുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ നഴ്സായിട്ട് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഈ ജി എൻ എം നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രജിസ്റ്റർ നഴ്സ് ആകാൻ പറ്റുന്നില്ല, അവർക്കൊരു BSCയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ 1 ഇയറിൽ കൂടുതൽ എക്സ്പീരിയൻസോ വേണമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ബിക്കോസ് അവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ പോകുമ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് AQF ആണ്, ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ AQF എന്ന് പറയുന്നത് BSc കഴിഞ്ഞിട്ടുള്ള നഴ്സസിനാണെങ്കിൽ AQF ലെവൽ എന്ന് പറയുന്നത് അവരുടെ 7 ആണ്. ഓക്കെ, അതേസമയം GNM നഴ്സസിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള GNM നഴ്സസിൻ്റെ AQF ലെവൽ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ 6 ആയിരിക്കെ ഒരിക്കലും ആ ഒരു GNM നഴ്സിന് നമ്മുടെ ഓസ്ട്രേലിയയിൽ പോയിട്ട് രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ AQF ലെവൽ ഒന്നുകിൽ 7 അല്ലെങ്കിൽ അതിൽ മുകളിലോ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്കത് പറ്റുള്ളൂ. അവർ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ അവർക്ക് അവിടെ രജിസ്റ്റർ നഴ്സ് ആവാനും പറ്റുള്ളൂ. അപ്പോൾ ഈ IHM ഓസ്ട്രേലിയ ത്രൂ ഉള്ള ഈ ഒരു കോഴ്സസ് നിങ്ങൾ GCAN എന്ന് പറയുന്ന കോഴ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എന്താ, AQF ലെവൽ നിങ്ങളുടെ 6ൽ നിന്ന് മാറി AQF ലെവൽ 8ലേക്ക് പോവുകയാണ്. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഏതൊക്കെ കോഴ്സിലാണെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ GCAN എന്ന് പറയുന്നത്? GCAN എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ്ഡ് നഴ്സിംഗ് എന്നാണ് GCANൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റ് ലെവലിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് എന്ന് പറയുന്നത് GCAN എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്താ ഈ GNM നഴ്സസിന് ഇത് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയാം. ഇനി IHM ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻ്റ് ആണ് IHM എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ IHM ഓഫർ ചെയ്യുന്ന കോഴ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം 6 മാസത്തെ ഒരു കോഴ്സാണ് അവർ പറയുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് വലുതായിട്ടുള്ള ഹെക്ടിക് ആയിട്ടുള്ള എക്സാംസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരുന്ന അസൈൻമെൻറ്റ്സും MCQ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കുറേ കൈൻഡ് ഓഫ് ഒരു കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ AQF ലെവൽ എന്ന് പറയുന്നത് ഏതിലോട്ട് പോകും? നേരെ 6ൽ നിന്നും 8ലോട്ട് പോവുകയും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓസ്ട്രേലിയയിൽ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ GCANനകത്ത് നമുക്ക് ടോട്ടൽ 12 സ്പെഷ്യാലിറ്റീസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 12 സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളത് ചൂസ് ചെയ്യുക? നിങ്ങൾക്ക് ഒരിക്കലും അത് റാൻഡമായിട്ട് ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത്, ആ കറണ്ട് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു 12 സ്പെഷ്യാലിറ്റിയിൽ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ചൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞു 6 മന്ത്സിൻ്റെ കോഴ്സാണ്, അതിനകത്ത് അസൈൻമെൻറ്റ്സും MCQസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകണം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ കോഴ്സസ് ആണ്. 12 സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ക്രിട്ടിക്കൽ കെയർ വരുന്നുണ്ട്, അക്യൂട്ട് കെയർ വരുന്നുണ്ട്, നിയോനേറ്റൽ വരുന്നുണ്ട്, പീഡിയാട്രിക് വരുന്നുണ്ട്, എമർജൻസി വരുന്നുണ്ട്, പെരി ഓപ്പറേറ്റീവ് വരുന്നുണ്ട്, ഡയബറ്റിക് കെയർ വരുന്നുണ്ട്, റീനൽ കെയർ വരുന്നുണ്ട്, ജീറിയാട്രിക് വരുന്നുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, പാലിയേറ്റീവ് ഉണ്ട്, ഓർത്തോപീഡിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സസ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓർത്തോപീഡിക് നേഴ്സായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ജീറിയാട്രിക് സെറ്റപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു ഡയബറ്റിക് നേഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നിയോനേറ്റൽ സെറ്റപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സ് വേണം നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്ത് എക്സ്പോഷർ ഉണ്ട്. ആ ഒരു എക്സ്പോഷർ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാനും സാധിക്കും എന്തായാലും. ഓക്കെ, പിന്നെ ഈ ഒരു 12 സ്പെഷ്യാലിറ്റിയിലുള്ള GCANൻ്റെ കോഴ്സുകളെല്ലാം തന്നെ 6 മാസത്തെ കോഴ്സുകളെല്ലാം തന്നെ ഓൺലൈനായിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പോലെ നിങ്ങൾക്ക് ഓസ്ട്രേലിയ പോയി അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് തീർക്കാം. ഇനി നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിൽ
ബേസിസിലാണ് സെഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡഡ് വീഡിയോസ്, അതിൻ്റെ ഓരോ സെഷൻസിൻ്റെ റെക്കോർഡ് വീഡിയോസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അസൈൻമെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടി വരിക ഒരു സ്പെഷ്യാലിറ്റിക്കകത്ത് 9 അസൈൻമെൻറ്റുകളും 2 MCQ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ചെയ്യേണ്ടി വരിക എന്തായാലും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവർ 24/7 അവരുടെ എല്ലാ സ്റ്റുഡൻസിനും, എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിനും എല്ലാവർക്കും തന്നെ കംപ്ലീറ്റ് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ ക്വയറീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിലോ ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലോ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ കാര്യത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കറണ്ട് എക്സ്പീരിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ റാൻഡമായിട്ട് ഒരിക്കലും സ്പെഷ്യാലിറ്റി എടുക്കരുത്. നിങ്ങളിപ്പോൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്, നിങ്ങൾ എമർജൻസി നഴ്സിംഗ് ആണ് നിങ്ങൾ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ പഠിക്കുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കറണ്ട് എക്സ്പോഷർ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് അവിടെ കിട്ടണത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏരിയ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പിന്നെ ഈ IHMൻ്റെ ഈ 12 GCAN എന്ന് പറയുന്ന കോഴ്സ് സ്പെഷ്യാലിറ്റി കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു BSc നഴ്സസിനൊക്കെ, ഞാൻ ഇത്രയും നേരം GNMസിന് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്, പക്ഷേ BSc നഴ്സസിന് നിങ്ങളുടെ കരിയർ പ്രോഗ്രഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ സാലറി പാക്കേജ് കൊണ്ടുവരാനായിട്ട് അവർ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഒരു 3rd സ്പെഷ്യാലിറ്റി കോഴ്സായിട്ട് ANP എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് BSc നഴ്സസിന് വേണ്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ BSc നഴ്സസ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ AQF ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. പക്ഷേ ഈ ഒരു കോഴ്സ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തിലോട്ട് പോകും, 8 പോകും. അപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാനും പല സ്ഥലങ്ങളിലോട്ട് മാറാനും അല്ലെങ്കിൽ ഒരു ബെറ്റർ സാലറി പാക്കേജസും നല്ലൊരു കരിയർ പ്രോഗ്രഷനിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ ഈ ഒരു കോഴ്സ് എടുക്കുന്ന വഴി നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഒരു ANP നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അത് 13ാമത്തെ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമാണ്, മെയിൻലി ഫോക്കസിങ് ഓൺ BSc നഴ്സസിനാണ്. ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് BSc നഴ്സസിന് നിങ്ങളിപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത്, ഈ ഒരു ANP കോഴ്സ് എടുത്ത് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തായാലും ഓസ്ട്രേലിയയിലേക്ക് വരാനാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു NCLEX-RN ക്ലിയർ ചെയ്തിരിക്കണം ആൻഡ് OSCE നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ANP കോഴ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ OSCEയുടെ സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NCLEX-RNൻ്റെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കോംബോ പാക്കേജാണ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡായിട്ട് കിട്ടുക. ഈ ഒരു ANP എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 3 in 1 എന്നുള്ള രീതിയിൽ 3 അതിൻ്റെ കൂട്ടത്തിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കത് സുഖമായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ സാലറി പാക്കേജ് അഡ്വാൻസ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും ശരി, അതിനെല്ലാം ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ ഫീസാണ് അല്ലേ, ഓരോ കോഴ്സസിൻ്റെ ഫീസ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ GNMന് എക്സ്ക്ലൂസീവായിട്ടായിരുന്നു ഈ ഒരു GCANൻ്റെ ഓരോ സ്പെഷ്യാലിറ്റിയുടെയും കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് $8,000 ഓസ്ട്രേലിയൻ ഡോളറാണ്, $8,000 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ഇന്ത്യൻ റുപ്പീസ് 4 lakhന് അടുപ്പിച്ച് വരും. ഡിപ്പെൻഡിങ് അപ്പോൾ ആ കൺവേർഷൻ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. ഇനി അതേസമയം BSc നഴ്സസിന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ ANP കോഴ്സ് എന്ന് പറയുന്നതിന് $12,000 ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും, അറൗണ്ട് ഒരു 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 6,40,000 സംതിങ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ കൺവേർഷൻ റേറ്റ് എന്താണ് അതിനനുസരിച്ചായിരിക്കും അവരുടെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് സ്പ്ലിറ്റ് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് GCANൻ്റെ കോഴ്സ്, GNMനുള്ള GCANൻ്റെ കോഴ്സ് ആണെങ്കിലും ANPയുടെ കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്തായാലും. അപ്പോൾ ഈ ഫീ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യങ്ങളും സ്പ്ലിറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ കോഴ്സസിന് 10% ഓഫേഴ്സും അവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അവരുടെ അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അവരുടെ പ്രോപ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൻ്റെ എക്സാക്ട്ലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം തന്നെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അവരെ കോൺടാക്ട് ചെയ്യേണ്ട ഓസ്ട്രേലിയൻ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി സപ്പോർട്ടീവാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ എല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എൻറോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അവർ ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ ഒരു സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയിട്ട് കാര്യങ്ങൾ ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പറ്റും എന്തായാലും. ഓക്കെ, ഇനി മെയിനായിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന സമയത്ത് GCANലേക്ക് അല്ലെങ്കിൽ GNM നഴ്സസിന് ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പോസ്റ്റ് രജിസ്ട്രേഷനായിട്ട് നിങ്ങൾ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മിനിമം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3 years നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേസമയം BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ BSc കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ GNM കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 5 years ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പോഷർ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമ എടുത്തിട്ടുള്ളത് തന്നെ അവിടെ നിങ്ങൾക്ക് 3 years ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് 3 വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഡിക്ലറേഷനായിട്ട് നിങ്ങളുടെ +1 +2 നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചിട്ടുള്ളതെന്നും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ
മീറ്റ് ചെയ്യും. ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി രജിസ്ട്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം. എങ്കിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെയും ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും രജിസ്ട്രേഷനാണെങ്കിലും ശരി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി എന്തെങ്കിലും ഫർദർ ഇപ്പം ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് IHMൻ്റെ അതോറിറ്റീസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫർദർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിലും അവർ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് അതിൻ്റെ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ഈ ഒരു അവസരം ജനറൽ നഴ്സസിനാണെങ്കിലും GNM പഠിച്ച നഴ്സസിനാണെങ്കിലും BSc നഴ്സസിനാണെങ്കിലും IHM ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരും കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒരുപാട് പേരിലും എത്തിയിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഈ IHM ഓസ്ട്രേലിയ വഴി GNM നഴ്സസിനായാലും BSc നഴ്സസിനാണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ IHM എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഈ കോഴ്സസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻഡസ്ട്രിയിൽ. ഓക്കെ, അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് ഇത്രയും നഴ്സസിനെ അവർ മാക്സിമം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവർക്ക് ആ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് IHM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒരു 3000-ഓളം വാക്കൻസീസ് ആണ്, നഴ്സിംഗ് വാക്കൻസീസ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഓരോ വർഷം IHMൽ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം 6 ബാച്ചസ് ആയിട്ടാണ് റൗണ്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും. അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റഡ് വാക്കൻസീസിൽ നിങ്ങളും എലിജിബിൾ ആണ്, നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സിന് എൻറോൾഡ് ആവുക എന്താണെങ്കിലും. പിന്നെ ഒരു നട്ട്ഷെല്ലിൽ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇത് PG ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഓസ്ട്രേലിയൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകണേ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണെങ്കിലും എവിടെയാണെങ്കിലും അത് വാലിഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് എത്താം. മെയിനായിട്ട് എന്താ നമ്മുടെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാം ക്ലൈമറ്റ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കുറേ സിറ്റുവേഷൻസ് പല സ്ഥലങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനും അട്രാക്ട് ചെയ്യാനും. പിന്നെ ബെറ്റർ സാലറി പാക്കേജസ്, കരിയർ പ്രോഗ്രഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇതിലൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു GNM നഴ്സസിന് പോകാൻ പറ്റും, നമുക്ക് കരിയർ പ്രോഗ്രസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് GNM നഴ്സസിനും നിങ്ങൾക്ക് GCAN ത്രൂ ഈ ഒരു 12 സ്പെഷ്യാലിറ്റി കോഴ്സസ് നിങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയും അവിടെ പോകാതെ തന്നെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ ആ 13ാമത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ANP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് കോഴ്സാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അവരുടെ IHMൻ്റെ കോളേജസിൽ പോയിട്ട് നിങ്ങൾക്ക് സെൻറ്റേഴ്സിൽ പോയിട്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാനും സാധിക്കുന്നില്ല. അതൊരു ഹൈബ്രിഡ് കോഴ്സ് ആയതാണ്. അത് ആ 13ാമത്തെ സ്പെഷ്യാലിറ്റിയുടെ കാര്യമാണ്. പിന്നെ ബാക്കി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെൻറ്റ് ഓസ്ട്രേലിയയുടെ കോഴ്സസിനെ പറ്റിയിട്ടോ GCAൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടോ എൻറോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും, അതൊരു പ്രോപ്പർ പാത്ത് വേ ആണ് അവർ റെഡിയാക്കിയിരിക്കുന്നത്, ഒരു കരിക്കുലമാണ്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയി നിങ്ങളൊരു ഓസ്ട്രേലിയ ഡ്രീം ചെയ്യുന്ന ഒരു നേഴ്സാണ്, അവിടെ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും IHM നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്തായാലും. അപ്പോൾ ഈ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു കമൻറ്റിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ ഫർദർ ഡീറ്റെയിൽസും കാൻഡിഡേറ്റ്സിൻ്റെ ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കും എന്തായാലും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് ഈ വീഡിയോയുടെ കമൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സ് ഇതുപോലെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു വീഡിയോ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.